ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ കാളിയറോട് നേർച്ചൻ്റെ വീഡിയോ ആണ് കേട്ടോ. നേർച്ചൻ്റെ തലേ ദിവസം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസമാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാ വർഷമൊന്നും പോകാറില്ല കേട്ടോ. പിന്നെ കുട്ടികൾ പറഞ്ഞ് പോയിട്ട് വരാം, എല്ലാവർക്കും കൂടിയിട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിയിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. തലേ ദിവസം നേർച്ചയ്ക്കും നല്ല തിരക്കാണ്, തലേ ദിവസവും നല്ല തിരക്കുണ്ടാവും കേട്ടോ. അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും റോഡിലൊക്കെ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ വന്നതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഓരോ സെൻറ്ററിൽ എത്തുമ്പോഴും അവിടെ നേർച്ചകൾ വരുമ്പോൾ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഓരോ സെൻറ്ററുകളിലും നേർച്ചകൾ വരുമ്പോൾ നല്ല ദഫ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാളി റോഡ് പോകുന്ന വഴിയിലൊരു 4-5 സ്ഥലത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രത്യേകമായിട്ട് നല്ല അന്നദാനമൊക്കെ ഉണ്ടാവും കേട്ടോ. നേർച്ചയുടെ ദിവസം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അന്നദാനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജുമാഅത്ത് പള്ളി. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് നിസ്കാര പള്ളിയാണ്. ഇവിടെയാണ് കേട്ടോ ജുമാഅത്ത് പള്ളി ഉള്ളത്. അപ്പോൾ എല്ലാ പള്ളികളിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ ഈ കാളി റോഡ് മക്കാവിലേക്ക്. അപ്പോൾ അവിടെ എത്താറായപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ടാൽ മതി, ഞങ്ങൾ നടന്ന് പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ കുറേ ടൈം എടുക്കും. പതുക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിൽ. ഞങ്ങൾ ഇറങ്ങി പതുക്കെ നടന്നു പോകാൻ കേട്ടോ. ഇങ്ങനെയുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഒരു 20 തരാൻ കഴിയുന്ന ഓരോ സഹോദരങ്ങളും എന്റെ മുന്നിലൂടെ വരുമ്പോൾ അന്നുകാലത്താളാണല്ലോ അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ കാണുന്നതാണ് കാളി റോഡ് മക്കാമ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. സിയാറത്തൊന്നും നടക്കും തോന്നുന്നില്ല. അവിടെ നിന്ന് നമുക്ക് സിയാർത്ത് ചെയ്യാനൊന്നും ടൈം സമ്മതിക്കൂല. ചെറുതായിട്ടൊന്നും ഇങ്ങനെ കണ്ട് സലാം പറഞ്ഞ് പോകാത്രേ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും കേട്ടോ. തലേ ദിവസമായിട്ടും ഇത്രയും തിരക്കുണ്ട് കേട്ടോ. കൂടുതൽ ആളുകൾ ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ തലേ ദിവസമാണ് കേട്ടോ വന്നിട്ട് പോവുക. അന്നത്തെ ദിവസം വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുപോലെ ഒരുപാട് നേർച്ചകളൊക്കെ വരുന്ന ഒരു മക്കാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ കൂടുതലും തലേ ദിവസം വന്നിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യാറ്.
അങ്ങനെ ഞങ്ങൾ മക്കാമിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ കളീറോഡ് അബ്ദുറഹ്മാൻ വലിയുല്ലാഹി തങ്ങളിപ്പാൻ്റെ മക്ബറ കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഒരു ഫാത്തിഹ ഓതിയിട്ട് അവിടെ നിൽക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. വേഗം തന്നെ ഒരു ഫാത്തിഹ ഓതിയിട്ട് പോവാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇത്രയും അടുത്താണെങ്കിലും എല്ലാ തവണയൊന്നും ഇതുപോലെ വരാറില്ല കേട്ടോ. 2-3 തവണ മാത്രമാണ് വന്നിട്ടുള്ളൂ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഒന്നും വരാറില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഈ ദഫ് കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരു രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള വീടുകളിലുള്ള എല്ലാവരും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേർച്ച കാണാനായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കുറേ നേർച്ചകൾ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ വെച്ചിട്ട് തന്നെ ഒരുപാട് നേർച്ചകളുടെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും രാത്രി നേർച്ചയുടെ അന്ന് രാത്രി അങ്ങോട്ടാണ് പോവാറ്. ഇതിപ്പോൾ തലേ ദിവസം ഇവിടെ ഒന്ന് വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതാ ഇവരുടെ നാട്ടിലുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. കുറച്ച് ബോയ്സ് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം അവരുടെ പരിപാടി മാത്രമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേർച്ചയുടെ ദിവസമാണ് ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു കേട്ടോ. ഇനി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിട്ടോ. ഞങ്ങൾ പള്ളിയുടെ ചുറ്റുപുറക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ. കുറേ കച്ചവടക്കാരും ഒക്കെ ബാക്ക് സൈഡിലാണ് കേട്ടോ. വലിയൊരു പറമ്പുണ്ട്, അവിടെയാണ് കച്ചവടക്കാരും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സും അതുപോലെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഉണ്ട് മേടിച്ച് നോക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നതിന് നമുക്ക് കുട്ടികളെ എന്താവശ്യപ്പെട്ടാലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെടുത്താലും 20 രൂപ അങ്ങനെയാണ് കേട്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ടോയ്സ് എടുത്താലും ഫാൻസി എടുത്താലും 20 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ തിരിച്ചങ്ങോട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.